ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റെസിപ്പി വീഡിയോ അല്ല. അപ്പോൾ ഇന്ന് കൊണ്ടാട്ട മുളക് എങ്ങനെയാണ് ഉണക്കുക എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ. മുളകൊക്കെ ഇപ്പോൾ ഉണക്കുമല്ലോ, നമ്മൾ കൊണ്ടാട്ടം ഉണ്ടാകുമല്ലോ. അപ്പോൾ അതെങ്ങനെയെന്നാണ് നമുക്ക് ഇന്നത്തെ വീഡിയോ. അപ്പോൾ ആദ്യം ഞാൻ മുളകൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, കഴുകി വൃത്തിയായിട്ട് കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. അടുത്ത വെള്ളമൊക്കെ ഒന്ന് പോട്ടെ. ഇനി വെള്ളമൊക്കെ പോയതിന് ശേഷം നമുക്ക് മുളകിൻ്റെ നടുവിലായിട്ട് ഇങ്ങനെ ഒരു കീറൽ കൊടുക്കാം. എല്ലാ മുളകും നമുക്ക് അങ്ങനെ കീറിയിട്ടെടുക്കാം. നടുവിലായിട്ട് ഓരോ കീറൽ കൊടുത്താൽ മതി, ഒറ്റ കീറൽ കൊടുത്താൽ മതി. എല്ലാ മുളകും നമുക്ക് അങ്ങനെ കീറിയെടുക്കാം. ആഴത്തിലായിട്ട് ഉപ്പും പുളിയൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെല്ലാ മുളകും ഇങ്ങനെ കീറി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കൊണ്ടാട്ട മുളക് ഉണ്ടാക്കാൻ എപ്പോഴും നീളമുള്ള മുളകാണ് ഞാൻ സജസ്റ്റ് ചെയ്യുക. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. അപ്പം കുറച്ചധികം വേണം. അപ്പോൾ നീളമുള്ള മുളകാകുമ്പോൾ ഒരുപാട് എരിവുണ്ടാവില്ല. ഉണ്ടമുളകാകുമ്പോൾ നല്ല എരിവുണ്ടാവും. അപ്പോൾ നീളമുള്ള മുളകാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടം. അപ്പോൾ ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം. നമുക്ക് എത്രത്തോളം ആവശ്യത്തിന് ഇതിനനുസരിച്ചുള്ള ഞാനൊരു അര പാക്കറ്റൊക്കെ തൈര് എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ചിലപ്പോൾ കൈ നീറാൻ ചാൻസ് ഉണ്ട്. ചില മുളകിന് കുറച്ച് എരിവ് കൂടുതലുണ്ടാവുമല്ലോ. നന്നായിട്ട് ആ തൈരിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. തൈരും ഉപ്പും മുളക് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കൈ ഒന്ന് നന്നായിട്ട് വാഷ് ചെയ്താൽ മതി, സോപ്പൊക്കെ ഇട്ടിട്ട്. ഇനി നമുക്കിതൊരു ഓവർനൈറ്റ് വെക്കണേ. അതിപ്പോൾ രാത്രിയാണ് ചെയ്ത് വെക്കുന്നത്. നമുക്ക് മൂടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ തൈരിലൊക്കെ നന്നായിട്ട് ഇരുന്നിട്ട് ഉപ്പും പുളിയൊക്കെ നന്നായിട്ട് മുളകിലൊന്ന് പിടിക്കട്ടെ. നമുക്കിത് നീക്കി വെക്കാം. പിറ്റേന്നാണ് ഞാനിത് ഉണക്കാൻ വെക്കുന്നത്. മുളകൊക്കെ ഒരു പാത്രത്തിൽ, ഒരു വട്ടുള്ള പാത്രത്തിൽ, എല്ലാ ഭാഗത്തേക്കും ചൂട് തട്ടുന്ന ഒരു പാത്രത്തിൽ ഇട്ട് കൊടുക്കാം. പേപ്പർ ഇട്ടിട്ട് നമുക്ക് നിരത്തിയിട്ട് കൊടുക്കാം, അല്ലാതെ ഇട്ട് കൊടുക്കാം. നമുക്കിത് ഉണക്കാൻ വേണ്ടിയിട്ട് വെക്കാം. ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ പുറത്തോ എവിടെയെങ്കിലും വെയിൽ എവിടെയുള്ളത് അതിനനുസരിച്ച് നമുക്ക് ഉണക്കാൻ വെക്കാം. ഞാൻ ടെറസിലാണ് വെക്കുന്നത്. നല്ല വെയിൽ വെച്ചാൽ മതി. ഇപ്പം നല്ല വെയിലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഒരു 2-4 ദിവസം കൊണ്ട് ഉണങ്ങി കിട്ടും. പിന്നെ ഈ തൈരൊക്കെ ഉള്ളതുകൊണ്ട് കുറച്ചൊരു ടൈം എടുക്കും. തൈര് ഉള്ളതുകൊണ്ട് ഒരു 4-5 ദിവസം എന്തായാലും എടുക്കും. നമ്മൾ വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 ദിവസം വെയിലത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഇതൊന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. 3-ാമത്തെ ദിവസമാണ് കേട്ടോ ഇത്. നല്ല വെയിലത്ത് ഇങ്ങനെ ഇടയ്ക്കൊന്ന് മാറ്റിയിട്ട് വെയിലൊന്ന് ഉള്ളിടത്തേക്ക് നീക്കി വെച്ചാൽ മതി. മുളക് ഇപ്പോൾ ഒന്ന് ഉണങ്ങി വന്നിട്ടുണ്ട്. അപ്പോൾ അതൊരു 4-5 ദിവസം കഴിഞ്ഞപ്പോൾ മുളക് ഇങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം നന്നായിട്ട് ഉണങ്ങിയിട്ട് വന്നിട്ടുണ്ട്. വെയിലിൻ്റെ ഒരു ഇതിനനുസരിച്ചിരിക്കട്ടെ. നല്ല ചൂടാണെങ്കിൽ പെട്ടെന്ന് ഒരു 4 ദിവസത്തിനുള്ളിൽ ഉണങ്ങും. അത് വെയിലിങ്ങനെ കൂടിയും ചില ദിവസം അത്ര വെയിലുണ്ടാവില്ലല്ലോ. എന്നാലും ഇപ്പോൾ ഈ ഒരു വെയിൽ നല്ല വേനലായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഉണങ്ങാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വീട്ടിലുണ്ടാക്കുന്നതാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ്. പുറത്തുനിന്ന് വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഉപ്പൊക്കെ ആയിരിക്കും, ഭയങ്കര എരിവൊക്കെ ആയിരിക്കും. ഇതാകുമ്പോൾ അധികം ഓവർ ആയിട്ട് ഉപ്പില്ല, എന്നാൽ നല്ല അത്യാവശ്യത്തിന് എരിവായിട്ട് നല്ല ടേസ്റ്റാണ് ഉണ്ടാക്കുമ്പോൾ. അപ്പോൾ നമുക്ക് നല്ല ഒരു പാത്രത്തിൽ ഇട്ടോട്ട് തന്നെ വെക്കാം. ഫ്രിഡ്ജിലും വെക്കാം, പുറത്തും വെക്കാം. പെട്ടെന്നൊന്നും നാശമാവുന്നില്ല. ഇപ്പോൾ നല്ല വേനലല്ലേ. ഇപ്പോൾ ഇത് മുളകാണെങ്കിലും ഉണക്കമീനാണെങ്കിലും ഒക്കെ ഉണക്കാൻ പറ്റിയ ഒരു ടൈമാണ്. നമുക്ക് ഉണക്കി വെച്ചിട്ടുണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ഒന്ന് കൊണ്ടാട്ടമൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കുക. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. നമുക്ക് നല്ല ടേസ്റ്റിൽ വൃത്തിയായിട്ട് കഴിക്കുകയും ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരാം. താങ്ക് യു.